ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെലങ്കാന സ്പെഷ്യൽ പുളിഹോര ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്ര സൈഡ് എല്ലാ വിശേഷ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് സംക്രാന്തി, ഉഗാദി തുടങ്ങിയ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പുളിഹോര, അതായത് ടൈഗർ റൈസ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നും കടുകും ജീരകവും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടല കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഈ കടല നന്നായി വറുത്ത് കോരുന്ന സമയമാകുമ്പോൾ കുറച്ച് ചുവന്ന മുളക് അതും കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിവേപ്പില അതും കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കടലയും ഉഴുന്നും കൂടെ വറുത്തത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി കൊണ്ടുള്ള അടുത്ത സെക്ഷൻ നോക്കാം. കുറച്ച് പുളി, ഏകദേശം ഒരു 100-150 ഗ്രാം പുളി കുതിർത്ത് വെച്ച ശേഷം അതിൻ്റെ പുളിസത്ത് പിഴിഞ്ഞെടുത്ത് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായി കുറുകുന്നത് വരെ ഇളക്കാം. പേര് പോലെ തന്നെ പുളിഹോരയുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പുളിയാണ്, പുളിരസം. ഇനി ചെറിയൊരു മധുരത്തിന് വേണ്ടി വെല്ലം കഷ്ണങ്ങളാക്കിയതും ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഉലുവയും ജീരകവും കൂടെ വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് എന്നിവ കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറുകുന്നത് വരെ കാത്തുനിന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ പുളിസത്തി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച കടൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ചോറാണ് നമ്മൾ ചേർത്ത് ഇളക്കേണ്ടത്. കുക്ക് ചെയ്ത് വെച്ച് തണിഞ്ഞ ചോറാണ് ഈ പുളിഹോരയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഈ ചോറിലേക്ക് കുറച്ച് പുളിരസം, ആ പുളിസത്ത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആഹാ, നമ്മുടെ പുളിഹോര അഥവാ ടൈഗർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിലോ കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിലോ അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പുളിഹോരയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. താങ്ക് യു.